നമ്മുടെ എറണാകുളത്തപ്പ ഗ്രൗണ്ടിൽ വാട്ടർഫോൾസിൻ്റെ ഒരു എക്സ്പോ നടക്കുന്ന എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങോട്ടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഈ കിടക്കുന്ന വണ്ടികൾ മുഴുവൻ എക്സ്പോയ്ക്ക് വന്നവരുടെ വണ്ടികളാണ്. ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് എറണാകുളത്തപ്പൻ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ നമുക്ക് എക്സ്പോയിലേക്ക് കയറാൻ പറ്റും. വണ്ടർ വാട്ടർഫോൾസ് എക്സ്പോ എന്നാണ് ഇതിൻ്റെ പേര്. ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. വൈകിട്ട് 4 മണി തൊട്ടാണ് എക്സ്പോ തുടങ്ങുന്നത്. ഇപ്പം 2 ദിവസമായുള്ള ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കൊച്ചിയിൽ വാട്ടർഫോൾസിൻ്റെ ഒരു എക്സ്പോ വരുന്നത്. അതുകൊണ്ട് തന്നെ താരതമ്യേന തിരക്ക് കൂടുതലുണ്ട്. കയറുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സെക്ഷൻ കാണാൻ പറ്റും. ഇവിടെ കുറച്ച് തുമ്പികളെയും വണ്ടുകളെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇവിടെ വരുന്നവർ ഇതിലൊന്നും തുടരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം. നിലവിലിപ്പോൾ വെക്കേഷൻ സീസൺ ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. മെയിനായിട്ട് കുട്ടികളെ ഫോക്കസ് ചെയ്താണ് ഇത്തവണത്തെ എക്സ്പോ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നേരത്തെയൊക്കെ ഇവിടെ എക്സ്പോ നടക്കുമ്പോൾ കൂടുതലായിട്ട് വല്ല ഫ്ലവർ ഷോയോ അല്ലെങ്കിൽ ഫിഷിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നടക്കുന്നത്. ഇപ്പം മെയിനായിട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള സെക്ഷൻസ് ആണ്. ഇതുപോലെ വാട്ടർഫോൾ എക്സ്പോ നടക്കുന്നത് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാനും കുളിക്കാനൊക്കെ വേണ്ടിയാണ്. വൈകിട്ടൊക്കെ വരുവാണെങ്കിൽ ഇവർ DJ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് നയാഗ്ര ഫാൾസ് എന്ന് പറയുന്ന വെള്ളച്ചാട്ടം. നമ്മുടെ ഒറിജിനൽ നയാഗ്ര വാട്ടർഫോൾസിനെ ഇൻസ്പയർ ചെയ്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഇറങ്ങാനൊന്നും സാധിക്കില്ല. ഇതുപോലെ ഇവിടെ നിന്ന് കാണാനൊക്കെ പറ്റുള്ളൂ. നമുക്ക് ഇങ്ങോട്ട് ഈ എഡ്ജിലേക്ക് വന്ന് നിൽക്കുമ്പോൾ തന്നെ ഈ വെള്ളമൊക്കെ നമ്മുടെ മേളിലൊക്കെ വീഴാനൊക്കെ തുടങ്ങും. ഇതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് ധാരാളം ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പോയ ദിവസം ഒരു സൺഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാൻ തന്നെ സ്ഥലമില്ല. അത്രയും തിരക്കാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും, ധാരാളം ആൾക്കാരാണ്. വീക്കെൻഡിലൊക്കെ വരുന്നതിനേക്കാളും കൂടുതൽ ഏതെങ്കിലും വർക്കിംഗ് ഡേയ്സിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി തിരക്കില്ലാതെ നിങ്ങൾക്ക് കാണാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ വൈകുന്നേരങ്ങളിൽ ഓഫീസൊക്കെ കഴിയുന്ന സമയമാകുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്, വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ പോലും. അപ്പോൾ നിങ്ങൾക്ക് വർക്കിംഗ് ഡേയ്സിലൊക്കെ വരണമെങ്കിൽ ഒരു 4 മണിക്ക് ഇതെന്തായാലും ഓപ്പൺ ചെയ്യും വൈകിട്ട്. ആ ഒരു സമയത്ത് തന്നെ വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ ഈ ഒരു വെള്ളച്ചാട്ടം നിങ്ങൾ നോക്കണം. ഇവിടെ നമുക്ക് കുളിക്കാനും ഇവിടെ എൻജോയ് ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ ഇവിടെ ഒരു റെഡ് ലൈൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്ക് കയറരുതെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ ആയിട്ടൊക്കെ വരുന്നവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ നമുക്കിവിടെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. വൈകുന്നേരങ്ങളിൽ DJ പരിപാടി, ഡാൻസും എല്ലാം ഇവിടെ ഉണ്ടാവും. നമ്മളിപ്പോൾ ചെന്ന സമയത്ത് അതൊന്നും തുടങ്ങിയിട്ടില്ല. കുറച്ച് നേരമൊക്കെ ഇരുട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ തുടങ്ങുള്ളൂ. മറ്റേ വാട്ടർഫോൾസിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഇത് തന്നെയാണ്. ഇവിടെയാണ് കൂടുതൽ ആൾക്കൂട്ടം. നമ്മൾ വീഡിയോ ഒക്കെ പല റീൽസും കണ്ടിട്ട് അതൊന്നും എക്സ്പെക്റ്റ് ചെയ്ത് പോകരുത്. ഇവിടെ നല്ല തിരക്കുണ്ട്. നമുക്ക് മര്യാദക്ക് ഒരു ഫോട്ടോ പോലും അതിൻ്റെ അകത്ത് നിന്ന് എടുക്കാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. പിന്നെ അധികം നേരം കുട്ടികളെയൊക്കെ ഈ വെള്ളത്തിൽ ഇരുത്താതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ വെള്ളം തന്നെ ആയിരിക്കും മിക്കവാറും റൊട്ടേറ്റ് ചെയ്ത് മേളിൽ നിന്ന് പിന്നെയും വരുന്നത്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആൾക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം കൂടുതൽ അഴുക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വലിയ ആൾക്കാരൊക്കെ നിൽക്കുന്ന പോലെ അല്ല കുട്ടികൾ അധികം നേരം ഈ വെള്ളത്തിൽ കളിപ്പിക്കുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമുക്ക് നേരെ ഇതിനകത്തേക്ക് കയറാൻ പറ്റും. അവിടെ കുറച്ച് എക്സ്പോയുടെ കുറച്ച് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ വർഷവും കാണുന്ന പോലെ അല്ല, ഇത്തവണ സ്റ്റാളുകൾ വളരെ കുറവാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ സ്ഥലത്തിൻ്റെ പകുതി തന്നെ ഈ വാട്ടർഫോൾസിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. സാധാരണഗതിക്കായിരുന്നെങ്കിൽ അവിടെയും ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇത്തവണ ഈ വാട്ടർഫോൾസ് വന്നിരിക്കുന്നതുകൊണ്ടാണ് കടകൾ താരതമ്യേന കുറവ്. എന്നാലും അത്യാവശ്യം ചെറിയ രീതിക്കുള്ള കടകളൊക്കെ ഉണ്ട്. ടോയ്സിൻ്റെ ആണെങ്കിലും ചെരുപ്പിൻ്റെ ആണെങ്കിലും ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ ആണെങ്കിലും. പക്ഷേ ഇവിടെയൊക്കെ ആണെങ്കിലും നല്ല തിരക്കാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, ഈ സൺഡേ ആയതുകൊണ്ട് തന്നെയാണ്. വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ ഇത്രയും തിരക്ക് ഇവിടെ കാണാൻ സാധ്യതയില്ല. ഇത്തവണ ഈ വാട്ടർഫോൾസ് എക്സ്പോയ്ക്ക് കൊടുത്തിരിക്കുന്ന തീം തന്നെ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ധാരാളം ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നത്. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പലയിടത്തും ഇതുപോലത്തെ വാട്ടർഫോൾസിൻ്റെ റീൽസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും എറണാകുളത്ത് തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് എന്താണെന്ന് അറിയാനും കാണാനൊക്കെ ആയിട്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ സ്റ്റാളുകളും കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ കുട്ടികളുടെ ഒരു സെക്ഷൻ കൂടിയുണ്ട്. ഇവിടെ നമുക്ക് ഈ റൈഡ്സും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഈ റൈഡിൻ്റെ ടിക്കറ്റ്സ് എല്ലാം ഈ 150 രൂപയെ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല, നമ്മൾ സെപ്പറേറ്റ് ഇതിനൊക്കെ ടിക്കറ്റ് എടുക്കണം. ഈ എക്സ്പോയുടെ തന്നെ ഒരു ലാസ്റ്റ് സെക്ഷൻ ഇതാണെന്ന് വേണേൽ പറയാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി എക്സിറ്റിലേക്കാണ്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് വെക്കേഷനൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഇതൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. മെയിനായിട്ട് കൂടുതൽ ആൾക്കാർ ആ വാട്ടർഫോൾസിൻ്റെ അവിടെയാണ് സമയം കൂടുതൽ ചിലവഴിക്കുന്നതെന്ന് മാത്രം. പിന്നെ ഇവിടെ തന്നെ ഒരു ഹൊററിൻ്റെ ഒരു തീമിലൊരു സംഭവം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ലതാണെന്നൊക്കെ ആൾക്കാർ പറയുന്നു. ഞാൻ എന്തായാലും അവിടെ കയറിയൊന്നുമില്ല. അത് കയറാൻ വേണ്ടി 50 രൂപ എന്തോ മറ്റോ ആണ് ടിക്കറ്റ്. നിങ്ങൾക്ക് സമയമുള്ളവരാണെങ്കിൽ അവിടെ കൂടി കയറുക. പിന്നെ നിങ്ങൾ ദർബാർ ഹാളിൽ വണ്ടി പാർക്ക് ചെയ്യുവാണെങ്കിൽ 1 മണിക്കൂറിൻ്റെ ടിക്കറ്റ് മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം നമ്മൾ 2 മണിക്കൂറൊക്കെ അഡ്വാൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വശക്കേടിന് നേരത്തെ പോകേണ്ടി വന്നാൽ ഇവർ ഈ പൈസ റീഫണ്ട് ചെയ്യില്ല. അതുകൊണ്ട് വരുന്നവർ അതുകൂടി ശ്രദ്ധിക്കണം.